ഇത് സരസമ്മയമ്മ, അടൂർ ജനറൽ ആശുപത്രിയിൽ നിന്നും മഹാത്മ ഏറ്റെടുത്ത അമ്മ. ഇന്ന് അമ്മ സ്വന്തം മക്കളുടെ അരികിലേക്ക് യാത്രയാവുകയാണ്, സ്വന്തം ഇഷ്ടപ്രകാരം. സ്വന്തം വീട് അറിയാവോ? ആണോ? ആണോ? ഞാൻ ആ മക്കളെല്ലാം വിളിച്ചു. അവര് പറയുന്നു ഇങ്ങോട്ട് വരണ്ട, അവർക്ക് അത് വയ്യ, ഇങ്ങനെ വയ്യ, അങ്ങനെ വയ്യ, പെൺമക്കളുണ്ട്, ആൺമക്കളുണ്ട്, അങ്ങോട്ട് ഇങ്ങോട്ടും തർക്കം അവർ തർക്കി. ശരി, അപ്പൊ ഇപ്പൊ എന്നാലും ആര് നോക്കും അമ്മ അവിടെ ചെന്നാലേ? ശരി, പെൺമക്കളാരും വരത്തില്ലേ അങ്ങോട്ട്? പെൺമക്കളൊക്കെ ഒരേ ഭൂമിയൊക്കെ ചെയ്ത് ഇപ്പൊ അവരെന്നെ കൊടുക്കണം. അതിന് ഒരു മോഹം കൊടുക്കണം. ഇളയ മോഹം മൊത്തമില്ല. അതിന് ഒരു മോനെ ഉള്ളു. രണ്ടുപേർക്ക് ഒരേ മക്കളെ ഉള്ളു. മൂത്തവർക്ക് ഒരു പെണ്ണും ഇളയമൊക്കെ ഒരു ആണുമാണ്. അതുകൊണ്ട് നമുക്ക് ഇളയ മോക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. അതൊക്കെ അവർക്ക് പിടിച്ചില്ല. അല്ലാതെ കാര്യം ആശുപത്രി വന്നിട്ട് എന്താ ഒറ്റപ്പെട്ട് പോയത്? ആരും ഇല്ലാതെ പോയത് എന്താ? ആശുപത്രി വന്നില്ലേ? ഗവൺമെന്റ് ആശുപത്രി കൊണ്ടുവന്ന് ആരും നോക്കാനില്ലാതെ കിടന്നപ്പോഴല്ലേ ഇങ്ങോട്ട് പറയുന്നത്? അവരെ കൊണ്ടുവന്ന എനിക്ക് ആസ്പത്രിയാണെന്നൊന്നും എനിക്ക് അറിയാൻ പറ്റായിരുന്നു. അവരെ കൊണ്ടുവന്ന് എന്നെ അവിടെ കൊണ്ടിട്ട് മോൾ ആശുപത്രി വന്നെന്ന് അറിഞ്ഞായിരുന്നു ഞങ്ങൾ. അതാരായിരുന്നു? ഏത് മോളായിരുന്നു? മോളായിരിക്കും. ആണോ? എന്നിട്ടെന്താ അവര് വീട്ടിൽ കൊണ്ടുപോകാൻ എന്താ? അവരാരും കൊണ്ടുപോയില്ല. ആരും കൊണ്ടുപോകാതെ അവിടുത്തെ ഡോക്ടർ എന്നോട് വിളിച്ചു പറഞ്ഞ അമ്മ ഒറ്റയ്ക്ക് ഇവിടെ കിടക്കുവാണ്. അങ്ങനെയാണ് നമ്മളെ മഹാത്മയെ കൊണ്ടുവന്നത് കേട്ടോ. അവിടുന്ന് ആരും നോക്കാനില്ലാതെ അമ്മയുടെ മക്കൾ ആരും വരാതെ ഞങ്ങൾ പോയി മക്കളെ എല്ലാം വിളിച്ചു. വരണമെന്ന് കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞു. അവരാരും തയ്യാറായില്ല. അതാണ് ഞങ്ങൾ ഇത്ര ദിവസം ഇവിടെ നിർത്തിയിരുന്നത്. പിന്നെ അമ്മയ്ക്ക് സ്വന്തം വീടും സൗകര്യങ്ങളും കൊണ്ട് അമ്മയെ അത് നോക്കിക്കോളാം. അമ്മ പറയുന്നത് ഞങ്ങൾ ഇനി എന്ത് പറയാനാ? അമ്മയെ പറഞ്ഞ അമ്മയെ ഇങ്ങനെ വഴിയിലെ ആയിപ്പോയാൽ അത് വലിയ വിഷമോ? മക്കളൊക്കെ ഈ മക്കളൊക്കെ നോക്കുമെങ്കിൽ മാത്രമേ സ്വത്തുക്കളൊക്കെ കൊടുക്കാവുള്ളൂ, അല്ലെ കൊടുക്കരുത് കേട്ടോ. നോക്കിയതോടെയൊക്കെ ഇപ്പൊ ചെയ്യുന്നു. എന്ത് വേണം പിന്നെ ആ കൊച്ചുകാർക്ക് പഠിച്ച് അതിന് ജോലി കിട്ടി വന്നിട്ട് അത് നിർത്തിക്കോളാന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത് അതുവരെ അമ്മയ്ക്ക് എത്ര അമ്മയുടെ ആയുസ് നമ്മുടെ ആയുസൊന്നും പറയാൻ പറ്റുകയില്ല. നമ്മൾ പറഞ്ഞാലൊക്കെ അമ്മ ഇങ്ങനൊന്നും പറയണ്ട. ഇങ്ങനൊക്കെ പറഞ്ഞാൽ ഉള്ള മക്കളുടെ സ്നേഹം ഇവിടെ നഷ്ടപ്പെടും. അതുകൊണ്ടാണ് അവര് നോക്കാതെ വന്നത്. അമ്മ അതൊന്നും പറയണ്ട. അമ്മയെ ആരാണോ നന്നായി നോക്കുന്നത് മൂത്ത മോകള് അങ്ങനല്ല അമ്മേ. അമ്മയെ ആരാണോ നന്നായി നോക്കുന്നത് അവർക്ക് കൊടുത്താൽ കേട്ടോ. അമ്മേ സ്വത്തുക്കളുടെ കാര്യം എല്ലാവർക്കും തർക്കം ഉണ്ടാവും. അപ്പൊ അമ്മയ്ക്ക് ഇപ്പൊ ഇത്ര പ്രായമായില്ലേ? അപ്പൊ ഇനി ചെയ്യേണ്ടത് എല്ലാ മക്കളെ അമ്മ ഒരുപോലെ കണ്ടാൽ മതി. കേൾക്ക്, ഇളയ മോളാണെങ്കിലും മൂത്ത മോളാണെങ്കിലും ആൺമക്കളാണെങ്കിലും അമ്മയെ ആര് നോക്കുന്നോ അവർക്കേ അമ്മയുടെ സ്വത്തുക്കൾ കൊടുക്കും കേട്ടോ. ഇനി അവർക്ക് കൊടുക്കാൻ ആരോടും കമ്മിറ്റ്മെന്റ് സ്നേഹം, അമ്മയോടില്ലാത്ത കമ്മിറ്റ്മെന്റ് സ്നേഹം എന്താണ്? അമ്മ ഓർത്തേ, അമ്മയെ മഹാത്മയെ കൊണ്ടുവന്ന എല്ലാ മക്കളും അറിഞ്ഞു. പത്രത്തിൽ വാർത്തയും വന്നു, എല്ലാ മക്കളും അറിയുകയും ചെയ്തു. പക്ഷെ ഇതുവരെ ഒരു മക്കളും കാണാൻ വന്നിട്ടില്ല. ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചതല്ലാതെ ഒരു മക്കളും ഇങ്ങോട്ട് വിളിക്കുകയോ അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പൊ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? എല്ലാവർക്കും സ്വത്തുക്കൾ മാത്രമാണ് ലക്ഷ്യം. അപ്പൊ അതുകൊണ്ട് അത് മനസ്സിലാക്കുക. അത് ഇളയതാണെങ്കിലും മൂത്തതാണെങ്കിലും എല്ലാം ഇതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് അമ്മ ആർക്ക് കൊടുക്കുന്നൊന്നും പറയണ്ട. ഈ പറഞ്ഞതൊക്കെ അവിടെ നിർത്തിയേക്ക്. അമ്മയുടെ സ്വത്തുക്കൾ അമ്മ സേവ് ചെയ്യുക. ഇനി അതല്ലെങ്കിൽ അമ്മ പറഞ്ഞാല് ആദ്യോട് പറഞ്ഞാൽ അമ്മയുടെ ഈ സ്വത്തുക്കളൊക്കെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അമ്മയ്ക്ക് ചെലവിനുള്ള മാസ വരുമാനം ബാങ്കിൽ തരിക കേട്ടോ. അതിനൊക്കെ നിയമ നടപടികളുണ്ട്. അമ്മയ്ക്ക് നോക്കിയില്ലെങ്കിൽ ഈ സ്വത്തുക്കളെല്ലാം SBTയില് കാരണം വിൽക്കണ്ട, അമ്മ വിൽക്കണ്ട. ഈ സ്വത്തുക്കളെല്ലാം ആദ്യോട് പറഞ്ഞ് നമ്മള് നിയമപരമായിട്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും. ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ ബാങ്കിൽ നിന്നും അമ്മയ്ക്ക് എല്ലാ മാസവും ചെലവിനുള്ള പൈസ കിട്ടും. അമ്മയുടെ ചികിത്സക്കുള്ള പൈസ കിട്ടും. അവസാനം ഈ പ്രോപ്പർട്ടി അമ്മയുടെ കാലശേഷം ഈ പ്രോപ്പർട്ടി മക്കൾക്ക് വേണമെങ്കിൽ ഈ പൈസ അടച്ച് തിരിച്ചെടുക്കാം. മനസ്സിലായി? അതാവുമ്പോ ഒരു പ്രശ്നമില്ലല്ലോ. അപ്പൊ ജനങ്ങളുടെ ഓരോ അമ്മമാർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഓരോ അച്ഛന്മാരും അറിഞ്ഞിരിക്കണം. മക്കൾ നോക്കില്ല എന്നുണ്ടെങ്കിൽ നിയമപരമായ ഒരു നടപടിയുണ്ട്.
ആ നടപടി മുഖാന്തരം നമ്മൾ അംഗീകരിക്കപ്പെടുന്ന ബാങ്ക് ഉണ്ട്. ഏത് ബാങ്കാന്ന് അറിയില്ല, ചിലപ്പോൾ SBI ആയിരിക്കും, നാഷണലൈസ്ഡ് ബാങ്ക്. അപ്പൊ അവിടെയുള്ള നമ്മളുടെ നിയമജ്ഞൻ, അതായത് നമുക്ക് നമ്മളെ സഹായിക്കാൻ മോർഗേജ് മെയിൻ്റനൻസ് ആക്ട് നോക്കുന്നത് RDO കളക്ടറൊക്കെയാണ്. അപ്പൊ RDOയ്ക്ക് കളക്ടർക്ക് അപേക്ഷ കൊടുക്കുക, എനിക്ക് ഇത്ര മക്കളുണ്ട്, എന്റെ മക്കളാരും എന്നെ സംരക്ഷിക്കുന്നില്ല, എന്റെ പേരിൽ ഇത്ര സ്വത്തുണ്ട്, ഈ സ്വത്തുക്കൾ കടപ്പെടുത്തി എനിക്ക് ജീവിക്കാനുള്ള ചെലവിന് തരണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു നടപടി നിയമമുണ്ട്. ആ നിയമപ്രകാരം ആ ബാങ്കിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള സ്വത്തുക്കൾ വരുമാനം നമുക്ക് ലഭിക്കും. നമുക്കൊരു ബൈസ്റ്റാൻഡറെ കൂടെ നിർത്താം, നമ്മളെ നോക്കാൻ ഒരാളെ കൂടെ നിർത്താം, നമുക്ക് ഭക്ഷണ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് തരാനുള്ള ക്രമീകരണങ്ങളുണ്ട്. ഇതെല്ലാം ചെയ്ത് സ്വസ്ഥമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് ഒരമ്മയും ഒരു അച്ഛനും ഈ സമൂഹത്തിൽ ഒറ്റപ്പെടുകയോ വിഷമിക്കുകയോ ചെയ്യുകയോ മക്കൾക്ക് സ്വത്തുക്കൾ കൊടുത്തിട്ട് ദാരിദ്ര്യത്തിന്റെ കുഴിയിലേക്ക് ഒരമ്മയും വീഴരുത്. ഒരു പട്ടിണിയും ഒരമ്മയ്ക്ക് ഉണ്ടാകാൻ പാടില്ല കേട്ടോ. അപ്പൊ എന്ത് പ്രയാസം ഉണ്ടായാലും അമ്മ, ഇന്നിപ്പോ അമ്മയുടെ നിർബന്ധത്തിൽ അമ്മയെ വീട്ടിലേക്ക് വിടുകയാണ്. അപ്പൊ അവിടെ ചെന്നിട്ട് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും അടുത്തുള്ള ആളുകളോട് പറയണം, അടൂർ മഹാത്മയിൽ ചെയർമാനുമായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞ് ഫോൺ വിളിച്ചു തരാൻ പറഞ്ഞാൽ മതി. അവർ ഫോൺ നമ്പറിൽ വിളിച്ചു തരും. അപ്പൊ എന്നോട് സംസാരിക്കാം. അപ്പൊ പറയണം, ഞാൻ ഇന്ന അമ്മയാണ്, ഇങ്ങടുത്തുനിന്ന് വന്നതാണ്, ചെറുപ്പയിൽ നിന്ന് വന്നതാണ്, അപ്പൊ ഞാൻ എനിക്ക് തിരിച്ചു വരാൻ ആഗ്രഹമാണ്, അല്ലെങ്കിൽ എന്നെ എനിക്ക് ഇങ്ങനെ നിയമസഹായം ചെയ്തു തരണമെന്ന് പറഞ്ഞാൽ മതി. ഞാൻ നിയമപരമായ കാര്യങ്ങൾ ചെയ്തു തരാം കേട്ടോ. ഒന്നും വിഷമിക്കണ്ട കേട്ടോ. അപ്പൊ ഇപ്പൊ ഇവിടുന്ന് പ്രവർത്തകര് നമ്മുടെ അവിടെയുള്ള ആളുകളൊക്കെ ഉണ്ട്, അവര് അമ്മയെ കൊണ്ടുവന്ന് അമ്മയുടെ വീട്ടിൽ കൊണ്ട് വിടും. ഓക്കെ, അപ്പൊ സന്തോഷമായിട്ട് ഇരിക്കണം. ഓക്കെ ഓക്കെ, എന്തെങ്കിലും ആവശ്യമുണ്ടെ വിളിച്ചോണം കേട്ടോ. വേറെ ആർക്കും കൊടുക്കരുത്. ഓക്കെ, കരുണയുള്ളൊരു മനുഷ്യനാകണം, ഇരുളകറ്റും വെളിച്ചമാകണം. അമ്മ ഇവിടെ നോക്കാൻ പറ്റത്തില്ലെന്നാ ഇവര് പറയുന്നേ. പറയട്ടെ, അപ്പൊ ഒരു കാര്യം ചെയ്യട്ടെ, ഞങ്ങൾ മോടെ വീട്ടിലോട്ട് കൊണ്ടുവന്ന അങ്ങോട്ട് കൊണ്ടുവിടാനാവാ. എവിടെ കുടുംബണ്ണോ? കുടുംബണ്ണല്ല, പറഞ്ഞോട്ട് അങ്ങോട്ട് പോകണം. എല്ലായിടത്തും അവഗണനകൾ മാത്രം, എങ്കിലും പ്രതീക്ഷയുടെ അടുത്ത യാത്ര. ഇരുളകറ്റും വെളിച്ചമാകണം, വിശപ്പടക്കുന്ന കരം. എനിക്ക് ഭർത്താവില്ല, 13 വർഷമായി. എനിക്ക് മാത്രമല്ല, എനിക്കൊരു ചേട്ടത്തി ഉണ്ട് അങ്ങാടിക്കല്. അമ്മയുടെ വസ്തു നോക്കും കിട്ടിയിട്ടുണ്ടല്ലോ. ഉണ്ട്, 20 സെന്റ് എനിക്ക് ഇട്ടിട്ടുണ്ട്. 20 സെന്റ് അവിടെ കിടപ്പുണ്ട്. വിഷമമെന്ന് പറയട്ടെ, സ്വത്തുഭാഗം വെച്ചപ്പോൾ എല്ലാം സ്വന്തമായപ്പോൾ മക്കൾക്കെല്ലാം അധികപ്പറ്റായി മാറുകയായിരുന്നു ഈ അമ്മ. അമ്മയുടെ വാക്കുകളിലെ സ്നേഹവും പരിലാളനവും എവിടെയും കാണാൻ സാധിച്ചില്ല. എങ്കിലും അമ്മയുടെ മക്കളോടൊപ്പം നിൽക്കണമെന്ന വാശിക്ക് മുൻപിൽ ആ മകളെ ഏൽപ്പിച്ചു ഞങ്ങൾക്ക് മടങ്ങേണ്ടതായി വന്നു. പ്രാർത്ഥിക്കാം, അമ്മ മകളോടൊപ്പം സുരക്ഷിതയായിരിക്കട്ടെ എന്ന്.